ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള വേരിയബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്താണ് ഈ വേരിയബിൾ എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി വേരിയബിൾ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻ്റെ നെയിമാണ്. നമ്മൾ എന്ത് ഡാറ്റയും നമ്മളുടെ മെമ്മറിക്കകത്താണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ആ മെമ്മറിയിൽ നമ്മൾ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. സോ നമ്മൾ അങ്ങനെയുള്ള ആ ലൊക്കേഷനിൽ ഇടുന്ന നെയിമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിക്കകത്തുള്ള ഓരോ ലൊക്കേഷൻസിലാണ്. ഈ ലൊക്കേഷൻ്റെ നെയിമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനകത്തുള്ള വാല്യൂ, അതായത് ഈ വേരിയബിളിൻ്റെ വാല്യൂ, അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും റീയൂസ് ചെയ്യാനും കഴിയും. അതൊക്കെയാണ് വേരിയബിളിൻ്റെ പ്രത്യേകത. ആക്ച്വലി ഇറ്റ്സ് എ വേ ടു റെപ്രസെൻറ്റ് മെമ്മറി ലൊക്കേഷൻ. യഥാർത്ഥത്തിൽ ഇതെന്താണ്? മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ്. അതായത് ഓരോ ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെയിം, അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇത്തരം സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് വേരിയബിളിനകത്ത് പല സിമ്പിൾസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈസിലി ഓരോ ലൊക്കേഷനും അല്ലെങ്കിൽ ഓരോ വാല്യൂസും ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇനി എന്താണ് ഒരു വേരിയബിളിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ് എന്ന് നോക്കാം. നമ്മൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ ഈ വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതങ്ങോട്ട് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിക്ലെയർ ചെയ്യണം, പിന്നെ അതിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയും വേണം. എന്നാലേ നമുക്ക് ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? അതിൻ്റെ സിൻടാക്സ് ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ടൈപ്പ് വേരിയബിൾ ലിസ്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് കൊടുക്കണം, അതായത് ഡാറ്റ ടൈപ്പ്. ചിലപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് ആവാം, ഫ്ലോട്ട് ടൈപ്പ് ആവാം, ക്യാർ ടൈപ്പ് ആവാം, ഡബിൾ ആവാം, സ്ട്രിങ് ആവാം. അങ്ങനെ ഏത് ഡാറ്റ ടൈപ്പിലാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്ത് കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് വേരിയബിൾ ലിസ്റ്റാണ്. അതൊരു പക്ഷേ ഒരു വേരിയബിൾ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 ഉണ്ടാവും, 3 ഉണ്ടാവും. നമുക്കങ്ങനെ ഓരോ പ്രോഗ്രാമിനനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളവിടെ വേരിയബിൾ ലിസ്റ്റ് എന്ന് കൊടുത്തത്. പിന്നെ ഒരു സെമിക്കോളനിടുക. ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ്. ഈ അതേ ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ എറർ വരാതിരിക്കുള്ളൂ. ഇനി എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ താഴെ കാണാം ഇൻറ്റ് എക്സ്. ഇതൊരു വേരിയബിളാണ്. എക്സ് ആണ് വേരിയബിൾ നെയിം. ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൈപ്പാണ്. അതായത് ഈ വേരിയബിളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒക്കെ ഇൻറ്റീജർ ടൈപ്പ് ആവൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇൻറ്റ് എക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം ഫ്ലോട്ട് വൈ ആണ്. ഫ്ലോട്ട് വൈൻ്റെ പ്രത്യേകത എന്താണ്? വൈക്കകത്ത് വരുന്ന വാല്യൂസൊക്കെ ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കണം. പിന്നെ ക്യാർ സെഡ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? സെഡിലേക്ക് വരുന്നതൊക്കെ ക്യാരക്ടർ ആയിരിക്കണം. ഇവിടെ എക്സും വൈയും സെഡും ഒക്കെ എന്താണ്? വേരിയബിൾസ് ആണ്. ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാറൊക്കെ ഡാറ്റ ടൈപ്സാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന കേസ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനും ഇവിടെ പോസിബിളാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം x=5 എന്നൊക്കെ കൊടുക്കണം. എന്നാൽ അസൈൻമെൻറ്റും കൂടെ അതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റ് x=5, b=10 സെമിക്കോളൻ. ഇവിടെ നമ്മൾ 2 വേരിയബിളും ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ കൂടെ അത് രണ്ടും ഇൻറ്റീജർ ടൈപ്പാണ്. അതിൻ്റെ കൂടെ അതിനേക്കുള്ള വാല്യൂ കൂടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇതും ഈ കേസിൽ പോസിബിളാണ്. പിന്നെ ഫ്ലോട്ട് f=30.8 സെമിക്കോളൻ. ഫ്ലോട്ടിലുള്ള ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? അസൈൻ ചെയ്ത് കൊടുത്തു. ക്യാർ c=a സെമിക്കോളൻ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ അസൈൻമെൻറ്റും കൂടെ, അതായത് 2 സ്റ്റേറ്റ്മെൻറ്റായി ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പോസിബിളാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. വേരിയബിളിനകത്ത് നമുക്ക് ആൽഫാബെറ്റ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോറും യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് പല വേസിൽ തിരിച്ചു മറിച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, വേരിയബിൾ നെയിം ഒരിക്കലും ഒരു ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരിക്കലും ഡിജിറ്റ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ആൽഫാബെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചും സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത റൂൾ എന്ന് പറയുന്നത് നോ വൈറ്റ് സ്പേസ് ഈസ് അലൗഡ്. വേരിയബിൾ നെയിമിനകത്ത് വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വേർഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്തത് അത് പോസിബിൾ അല്ല. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. പിന്നെ അടുത്തത് വേരിയബിൾ നെയിമായിട്ട് ഒരിക്കലും നമ്മൾ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് കൊടുക്കാൻ പാടില്ല. അതായത് കീ വേർഡ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ക്യാർ, ഫ്ലോട്ട്, ഇൻറ്റ്, ഡബിൾ, സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, കീ വേർഡ്സ്.
അതൊന്നും ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇത്രയാണ് നമ്മളുടെ റൂൾസ് പറയാനുള്ള 4 ഒന്ന് പറഞ്ഞത് വേരിയബിളിന് ആൽഫാബറ്റ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒരിക്കലും ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ആൽഫാബറ്റുമായിട്ടോ അണ്ടർസ്കോറായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ വൈറ്റ് സ്പേസ് അലൗഡ് അല്ല വേരിയബിൾ നെയിമിനകത്ത്. പിന്നെ എന്താണ്, ഇത് വേരിയബിൾ നെയിമിന് ഒരിക്കലും റിസർവ്ഡ് വേർഡോ കീവേഡോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ക്യാർ, ഫ്ലോട്ട് പോലത്തെ കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അടുത്തത് വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് ഏതൊക്കെയാണ്? ഇൻഡിയെ, അതായത് ഇവിടെ നമ്മൾ ടൈപ്പ് ഏതാ കൊടുത്തു, വേരിയബിളും കൊടുത്തു, അത് വാലിഡാണ്. അടുത്ത് നോക്കൂ, ഇൻഡി അണ്ടർസ്കോർ എ ബി, അത് വാലിഡാണ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അണ്ടർസ്കോർ വെച്ചിട്ടാണ്. പിന്നെ 2 ആൽഫാബറ്റ്സ് ആണ്, മാത്രമല്ല വൈറ്റ് സ്പേസ് ഒന്നും ഇടയിൽ കൊടുത്തിട്ടില്ല. അടുത്തത് ഇൻഡി A30, ഇതിനകത്തോ ഇൻറ്റീജർ ടൈപ്പാണെന്ന് കൊടുത്തിട്ടുണ്ട്, ആൽഫാബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുത്ത ഡിജിറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ആൽഫാബറ്റ് വെച്ചിട്ടാണ്. ഇങ്ങനത്തെ ടൈപ്പുകളൊക്കെ എന്താണ്? വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് ആണ്. ഇപ്പോൾ ഇൻഡ്4 അത് ഇൻവാലിഡ് ആണ്, ബിക്കോസ് നമ്മൾ ഒരിക്കലും ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒറ്റ ലെറ്ററൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആൽഫാബറ്റൊക്കെയാണ് കൊടുക്കേണ്ടത്. അടുത്ത നോക്കൂ, ഇൻഡി എക്സ് സ്പേസ് വൈ, അതും ഇൻവാലിഡ് ആണ്. കാരണം എന്താണ്, അവിടെ സ്പേസ് കൊടുക്കാൻ പാടില്ല. പകരം അവിടെ കോമ കൊടുത്തിരുന്നെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ, വൈ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ സ്പേസ് ആണ് കൊടുത്തത്, അതുകൊണ്ട് വാലിഡ് അല്ല. അടുത്ത് ഇൻഡ് ഡബിൾ, ഇവിടെ സംഭവം ആൽഫാബറ്റാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്തില്ല, വാലിഡ് ആവണില്ല. കാരണം ഡബിൾ എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് വേർഡാണ്, ഒരു കീ വേർഡാണ്, അതുകൊണ്ട് അതും ഇൻവാലിഡാണ്. ഇത്രയാണ് നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞു, മെമ്മറി ലൊക്കേഷൻ്റെ നെയിമാണ് വേരിയബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാനും വാല്യൂ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു, ടൈപ്പ് കൊടുക്കുക, വേരിയബിൾ ലിസ്റ്റും കൊടുക്കുക. അങ്ങനെ നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞു, ഇൻഡെക്സ്, ഫ്ലോട്ട് വൈ, ക്യാർ സെഡ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അസൈൻ ചെയ്യാനും കഴിയും വാല്യൂ എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിളായിട്ട് ഇൻഡെക്സ് = 5, ബി = 10 സെമിക്കോളനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ടും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോഴുള്ള റൂൾസിനെ കുറിച്ചാണ്. വേരിയബിൾസ് ആൽഫാബറ്റ് ആവാം, ഡിജിറ്റ് ആവാം, അണ്ടർസ്കോർ ആവാം, കോമ്പിനേഷൻ ഓഫ് 3 ആവാം. പക്ഷെ ഒരിക്കലും ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആൽഫാബറ്റ് വെച്ചിട്ടോ അണ്ടർസ്കോർ വെച്ചിട്ടോ സ്റ്റാർട്ട് ചെയ്യൽ മസ്റ്റാണ്, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറും. പിന്നെ പറഞ്ഞത് വൈറ്റ് സ്പേസ് ഒരിക്കലും അലൗഡ് അല്ല വേരിയബിൾ നെയിമിനകത്ത്. പിന്നെ റിസർവ്ഡ് വേർഡോ കീവേഡോ ഒന്നും യൂസ് ചെയ്യാനും പാടില്ല. ഇത്രയാണ് അതിൻ്റെ റൂൾസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് പറഞ്ഞു, ഇൻഡ് അണ്ടർസ്കോർ എ ബി, ഇൻഡി A30. പിന്നെ ഇൻവാലിഡ് ആയിട്ടുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.